أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്. അവിടെ വെച്ച് അവർക്ക് കായ്കനികളിൽ നിന്നും വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് ഐഹിക ജീവിതത്തിൽ നൽകപ്പെട്ടിരുന്നതാണെന്ന് അവർ പറയും. സാദൃശ്യമാം വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളുമുണ്ടായിരിക്കും. അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഈ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത നൽകിക്കൊണ്ട് അതിൽ അവർക്ക് അരുവികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ പല എതിരാളികൾ ആക്ഷേപമുന്നയിക്കുന്നത് ഇസ്ലാം വെറും ശാരീരിക ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പരലോക ജീവിതത്തെ വളരെ താഴ്ന്ന തലത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അങ്ങനെ ഈ പരലോക ജീവിതത്തിൻ്റെ പവിത്രമായ അർത്ഥത്തെ നശിപ്പിച്ചുവെന്നുമാണ്. ഹുസൂർ പറയുന്നു, ഈ ആക്ഷേപത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ജന്നത്തിനെ പറ്റി ഖുർആൻ എന്താണ് വിശദീകരിക്കുന്നത് എന്നറിയണം. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, പരലോകത്തിലെ അനുഗ്രഹങ്ങൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇഹലോക ജീവിതം കൊണ്ട് ഊഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. സൂറത്തുൽ സജ്ദയിൽ പറയുന്നു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തിൻ അയൂനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതായത് ഒരു മനുഷ്യനും അറിയില്ല അവന് വേണ്ടി പരലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് മറഞ്ഞിരിക്കുന്നത് എന്ന്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വർഗത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ആലങ്കാരിക ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സമാനമായ വാക്കുകളിൽ നിന്ന് വ്യാഖ്യാനിക്കുന്ന അർത്ഥം അതിൽ നിന്ന് എടുക്കുന്നത് ശരിയല്ല. ഒരു ഹദീസിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്, ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞു, ഞാൻ എൻ്റെ പരിശുദ്ധ ദാസർക്കായി അന്ത്യജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ചിന്തയിലും തോന്നാത്തതാണ്. ഈ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം അവിടെ ഈ ലോകത്തെ പോലെ ഭൗതികമായ തോട്ടങ്ങളോ ഭൗതികമായ അരുവികളോ ഭൗതികമായ പഴങ്ങളോ ഭൗതികമായ ഭാര്യമാരോ ആണെങ്കിൽ അവ ഈ കണ്ണുകൾ കണ്ടതും കാതുകൾ കേട്ടതും മനുഷ്യൻ്റെ ചിന്ത ഗ്രഹിച്ചതുമായ കാര്യങ്ങളാണ്. ചുരുക്കമെന്തെന്നാൽ ജന്നത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഈ ലോകത്തെ വസ്തുക്കളുടെ പോലെ പേര് നൽകിയിരിക്കുന്നു. പക്ഷേ അവയെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആത്മീയ അനുഗ്രഹങ്ങളാണ്, ശാരീരിക വസ്തുക്കളല്ല. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, ജന്നത്തിൻ്റെ അനുഗ്രഹങ്ങൾ തികച്ചും വ്യത്യസ്തവും ആത്മീയവുമാണെങ്കിൽ പിന്നെ എന്തിനാണ് ലൗകിക നാമങ്ങൾ നൽകിയത്? ഇതിൻ്റെ മറുപടി എന്തെന്നാൽ, മതം എല്ലാത്തരം ആളുകൾക്കുമുള്ളതാണ്, എതിർക്കുന്നവർക്കും സാധാരണക്കാർക്കും ഉന്നതർക്കും. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എതിരാളികൾക്ക് മറുപടി നൽകുവാനും സാധാരണക്കാരെ തൃപ്തിപ്പെടുത്തുവാനും ഉന്നതരായവർക്ക് പ്രയോജനപ്പെടുവാനും കഴിയുന്ന വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ തത്വമനുസരിച്ചാണ് ഖുർആൻ പരലോകത്തെ അനുഗ്രഹങ്ങൾ എല്ലാത്തരം ആളുകളുടെയും ബുദ്ധിക്കും തലത്തിനുമനുസരിച്ച് തൃപ്തി നൽകുന്ന വാക്കുകൾ ഉപയോഗിച്ചത്. കാരണം അവിശ്വാസികൾ പറയാറുണ്ടായിരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്ന് എല്ലാത്തരം അനുഗ്രഹങ്ങളും അകറ്റാൻ ശ്രമിക്കുന്നു, അതുപോലെ മുസ്ലിങ്ങൾക്ക് ഒരു അനുഗ്രഹവും ലഭിക്കുന്നുമില്ല. ഇതിന് മറുപടിയായി അള്ളാഹു പരലോകത്തെ അനുഗ്രഹങ്ങളെ അവരുടെ മനസ്സിനോട് അടുപ്പിക്കാൻ
അവർ അനുഗ്രഹമാണെന്ന് കരുതുന്ന വസ്തുക്കളുടെ പേര് തന്നെ ഉപയോഗിച്ച് വിശ്വാസികൾക്ക് ഇതെല്ലാം ലഭിക്കുമെന്ന് വ്യക്തമാക്കിയത്. ശേഷം ഹുസൂർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, സലഹ എന്ന വാക്കിൻ്റെ അർത്ഥം സന്ദർഭത്തിന് യോജിച്ചത് എന്നാണ്. അതിനാൽ അമാലെ സാലിഹ എന്നതിൻ്റെ അർത്ഥം സന്ദർഭത്തിന് യോജിച്ച പ്രവർത്തികൾ എന്നാണ്. ഖുർആനും മറ്റു ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. മറ്റു ഗ്രന്ഥങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കൽപ്പിക്കുന്നു. എന്നാൽ ഖുർആൻ നല്ല പ്രവൃത്തി എന്നതിനു പകരം സൽപ്രവൃത്തി, അതായത് അമാല് സാലിഹ ചെയ്യാൻ കൽപ്പിക്കുന്നു. ഇത് നല്ല പ്രവൃത്തി എന്നതിനേക്കാൾ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രവൃത്തിയുടെ ബാഹ്യമായ നന്മ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമല്ല, അത് സന്ദർഭത്തിന് യോജിച്ചതായിരിക്കണം. ഉദാഹരണത്തിന്, നമസ്കാരം നല്ല പ്രവൃത്തിയാണ്. എന്നാൽ അതിൽ കാപഢ്യം കലർന്നാൽ ബാഹ്യമായി അത് അള്ളാഹുവിൻ്റെ ആരാധനയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല, കാരണം അത് സൽപ്രവൃത്തിയല്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി മുങ്ങി മരിക്കുകയാണെന്നും മറ്റൊരാൾക്ക് നീന്തൽ അറിയാമെന്നും മുങ്ങി മരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവനറിയാമെന്നുമിരിക്കെ അവൻ ആ സമയത്ത് നമസ്കാരം തുടങ്ങിയാൽ നമസ്കാരം ഒരു നല്ല പ്രവൃത്തിയാണെങ്കിലും ആ സമയത്ത് അത് സൽപ്രവൃത്തിയാകില്ല, കാരണം ആ സന്ദർഭത്തിന് യോജിച്ച പ്രവൃത്തി മുങ്ങിയവനെ രക്ഷിക്കുക എന്നതാണ്, അല്ലാതെ നമസ്കാരമല്ല. ഹുസൂർ പറയുന്നു, ഈ ആയത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ സുവാർത്ത നൽകുന്നു. ഇതിൻ്റെ യുക്തി എന്തെന്നാൽ, ഈമാന് ഒരു തോട്ടത്തിൻ്റെ സ്ഥാനമാണുള്ളത്. സൽക്കർമ്മങ്ങൾക്ക് ആ തോട്ടത്തിലെ പച്ചപ്പോടെ നിലനിർത്തുവാനുള്ള ഒരു മാർഗവുമായി കണക്കാക്കുന്നു. ആരാണോ വിശ്വസിച്ചതിന് ശേഷം സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത്, അവരുടെ വിശ്വാസത്തിൻ്റെ വൃക്ഷം ഉണങ്ങിപ്പോകുന്നതാണ്. അതായത് വിശ്വാസത്തിന് ശേഷം പ്രവർത്തികളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നു, നല്ല വാക്ക് അവനിലേക്ക് ഉയരുന്നു, സൽപ്രവൃത്തി അതിനെ ഉയർത്തുന്നു. അതായത് ഒരു വ്യക്തി വിശ്വാസം അവകാശപ്പെടുമ്പോൾ അത് അള്ളാഹുവിലേക്ക് പോകുന്നു, പക്ഷേ നല്ല പ്രവൃത്തികളാണ് അതിനെ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ പൂർണ്ണത നല്ല പ്രവൃത്തികളിലൂടെയാണ് സാധ്യമാകുന്നത്. നല്ല പ്രവൃത്തികളില്ലെങ്കിൽ വിശ്വാസം അപൂർണമായി നിലനിൽക്കുകയും അതിൻ്റെ ഫലം പൂർണ്ണമായി നൽകാതിരിക്കുകയും ചെയ്യും. തുടർന്ന് ഹുസൂർ പറയുന്നു, ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജന്നത്തിൽ ഓരോ വ്യക്തിയുടെയും പ്രവർത്തന മേഖല മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ നിന്നോ ഇടപെടലിൽ നിന്നോ സ്വതന്ത്രമായിരിക്കുമെന്നാണ്. താഴ്ഭാഗത്ത് ഒഴുകുന്നു എന്നതിൻ്റെ അർത്ഥം ഓരോ തോട്ടത്തിനും അതിൻ്റേതായ അരുവി ഉണ്ടായിരിക്കും. അത് ആ തോട്ടവുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ ക്രമീകരണത്തിൻ്റെ ഭാഗവുമായിരിക്കും. ഈ ലോകത്തെ പോലെ ഒരരുവി നിരവധി തോട്ടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വെള്ളം നൽകുന്നത് പോലെയല്ല അത്. അതിൻ്റെ വിതരണത്തെ ചൊല്ലി ആളുകൾ തമ്മിൽ തർക്കിക്കുന്ന സാഹചര്യമുണ്ടാകില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.